ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു 4 വയസ്സായ കുട്ടിക്കുള്ള പെറ്റിക്കോട്ട് എങ്ങനെയാണ് കട്ട് ചെയ്യുക എന്നുള്ളത് കാണിക്കുന്നതാണ്. അപ്പോൾ അതിനായിട്ട് ഇവിടെ ഞാനൊരു 1.5 മീറ്റർ തുണിയാണ് എടുത്തിട്ടുള്ളത്. നമുക്ക് നമ്മുടെ തുണി ഒന്ന് നന്നായിട്ടൊന്ന് അയൺ ചെയ്തെടുക്കാം. അതിൻ്റെ മുമ്പ് എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നവർ എന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, ഇനി വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ നമ്മൾ ഫസ്റ്റ് നമ്മുടെ പെറ്റിക്കോട്ടിൽ അതായത് ലെങ്ത്ത് വരുന്നത് 27 ഇഞ്ചാണ് ലെങ്ത്ത് വരുന്നത്. ഇതൊരു 4 വയസ്സായ കുട്ടിക്കുള്ള പെറ്റിക്കോട്ടാണ്. ഇതിലൊരു 1.5 മീറ്റർ തുണിയാണ് ഉള്ളത്. അപ്പോൾ 27 ഇഞ്ചാണ് ലെങ്ത്ത് വരുന്നത്. അപ്പോൾ ഫസ്റ്റ് നമ്മുടെ തുണിയുടെ വൺ സൈഡ് എടുത്തിട്ട് ഇതുപോലെ 4 ആക്കി ഫോൾഡ് ചെയ്തിടുകയാണ് ചെയ്യുന്നത്. എല്ലാവരും ശ്രദ്ധിക്കുക, ഇതുപോലെ 4 ആക്കി ഫോൾഡ് ചെയ്തിടുക. അപ്പോൾ നമ്മളുടെ ഈ ഫോൾഡിങ്ങിൽ ഈ ഓപ്പൺ വരുന്ന ഭാഗം നമ്മൾ നിൽക്കുന്ന വശത്തേക്ക് ആക്കിയിട്ട് മേലെ തന്നെ വരണം. ഇതുപോലെ മേലേക്ക് ആക്കി ഫോൾഡ് ചെയ്തിടുക. എന്നിട്ട് ഇവിടേക്കൊന്ന് കറക്റ്റായിട്ട് കട്ട് ചെയ്തെടുക്കുക. ഇവിടെ അളവൊക്കെ ഒന്ന് കറക്റ്റാക്കി കട്ട് ചെയ്തെടുത്തിട്ട് ടോട്ടൽ ഇതിൽ വരുന്നത് 27 ഇഞ്ചാണ് വരുന്നത്. നമ്മളിത് അളവ് എടുത്തിട്ടാണ് ചെയ്യുന്നത്. അതിൽ യോക്ക് പീസ് ഞാനിവിടെ ഒരു 11 ഇഞ്ചാണ് എടുക്കുന്നത്. അതായത് നമ്മുടെ പെറ്റിക്കോട്ടിൻ്റെ മേലെ വരുന്ന യോക്ക് പീസ് ഒരു 11 ഇഞ്ചാണ് ഇതിലെടുത്തിട്ടുള്ളത്. അതിൽ 10 ഇഞ്ചാണ് നമുക്ക് ആവശ്യം. 1 ഇഞ്ച് തയ്യൽ തുമ്പ് ആക്കിയിട്ട് 1 ഇഞ്ചല്ല, ഒരു 3/4 ഇഞ്ചൊക്കെ തയ്യൽ തുമ്പ് പോവുള്ളൂ. അപ്പം അങ്ങനെ 1 ഇഞ്ച് കൂട്ടി 11 ഇഞ്ചാണ് എടുത്തിട്ടുള്ളത്. പിന്നെ നെക്ക് 1.25 എടുത്തിട്ടുള്ളത്. ഷോൾഡർ 3 ഇഞ്ചാണ് എടുത്തിട്ടുള്ളത്. നെക്ക് 1.25, ഷോൾഡർ 3 ഇഞ്ച്. ഇത് ആം ഹോള് ഒരു 4.5 ഇഞ്ചാണ് എടുക്കുന്നത്. അതേപോലെ ഷോൾഡറിൻ്റെ താഴെ ആം ഹോളിൻ്റെ അവിടെ നേരെ ഇതുപോലെ ഒരു 4.5 ഇഞ്ച് എടുത്തിട്ട് നമുക്കിതുപോലെ ഒന്ന് വരച്ചു കൊടുക്കാം. അടുത്ത് പിന്നെ ബേക്കാണ്. ബേക്ക് ലെങ്ത്ത് വരുന്നത് 3.5 ഇഞ്ചാണ്. ഇതിൽ 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് പോയ ബാക്ക് ഇറക്കം 3.5 ഇഞ്ചും ഫ്രണ്ട് ഇറക്കം 4.5 ഇഞ്ചുമാണ് എടുക്കുന്നത്. ഇതുപോലെ ഇറക്കം കുറഞ്ഞത് ബാക്കും ഇറക്കം കൂടിയത് ഫ്രണ്ടും, അങ്ങനെ 3.5 ഇഞ്ചും 4.5 ഇഞ്ചും എടുത്തിട്ടുണ്ട്. അതുപോലെ താഴത്തെ നെക്ക് വൈഡും 1.25 തന്നെയാണ് എടുക്കുന്നത്. എന്നിട്ട് ഇതുപോലെ ഒന്ന് സ്ക്വയർ ആക്കി വരച്ചു കൊടുക്കുക. നമ്മുടെ നെക്കിൽ ഇവിടെ എടുക്കുന്നത് സ്ക്വയറിൻ്റെ ഷേപ്പാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇതുപോലെ സ്ക്വയർ ആയിട്ട് ഒന്ന് വരച്ചെടുത്തിട്ടുണ്ട്. അടുത്ത് ആം ഹോളിൻ്റെ ഒരു റൗണ്ട് വരച്ചു കൊടുക്കുകയാണ്. ഇതിന് പ്രത്യേകിച്ച് അളവൊന്നും വേണ്ട, നമ്മളിത് ഇതുപോലെ ഒന്ന് വരച്ചു കൊടുക്കുക. ഇത് 4 വയസ്സായ കുട്ടിക്കുള്ള പെറ്റിക്കോട്ടാണ്. പിന്നെ ചെസ്റ്റാണ് എടുക്കുന്നത്. ചെസ്റ്റ് ഇവിടെ വേണ്ടത് 7 ഇഞ്ചാണ്. അതായത് 1/4 ഭാഗം 7 ഇഞ്ചാണ് ചെസ്റ്റ് എടുക്കുന്നത്. ബാക്കി നമുക്ക് തയ്യൽ തുമ്പും. പിന്നെ താഴെ ഇടുപ്പിൻ്റെ അവിടെ വരുന്നത് ഒരു 6 ഇഞ്ചാണ് വരുന്നത്. 1/4 ഭാഗം 6 ഇഞ്ചാണ് വരുന്നത്. നമുക്ക് ഇതൊന്ന് വരച്ചു കൊടുക്കാം. യോക്ക് പീസിൻ്റെ കട്ടിങ് ഇത്രയേ ഉള്ളൂ. ഇതുപോലെ നമുക്ക് 4 ആക്കി ഫോൾഡ് ചെയ്ത് ഇട്ടപ്പോൾ പ്രത്യേകിച്ച് ഇപ്പോൾ അളവിൽ തയ്യൽ തുമ്പ് ഇതിൽ എത്രയാണോ വരുന്നത് അത്ര ഒരു 1.5 ഇഞ്ച് അത്രയൊക്കെ തന്നെ ഉള്ളൂ. അപ്പോൾ അത് പ്രത്യേകിച്ച് അളവൊന്നുമില്ല, അതിൽ വരുന്നത് അങ്ങനെ എടുത്തു. ഇനി ഇതൊന്ന് നന്നായി കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നമ്മൾ ഫസ്റ്റ് ആദ്യമായിട്ടൊക്കെയാണ് ഇങ്ങനെ പെറ്റിക്കോട്ടൊക്കെ സ്റ്റിച്ച് ചെയ്യുന്നവർ എന്നുണ്ടെങ്കിൽ പഴയ തുണിയൊക്കെ വെച്ചിട്ട് നമ്മൾ ഫസ്റ്റ് ഒരു 2-3 പീസൊക്കെ ട്രൈ ചെയ്ത് നോക്കുക. ശേഷം നമ്മൾ പുതിയ തുണിയിൽ ചെയ്യാം. പിന്നെ ബാക്ക് കട്ട് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ബാക്ക് ഈ ഫസ്റ്റത്തെ 2 പീസ് എടുത്തിട്ട് വേണം ബാക്ക് കട്ട് ചെയ്യാനായിട്ട്. അതിനാണ് നമ്മൾ ഈ ഓപ്പണുള്ള ഭാഗം തന്നെ ഫ്രണ്ടിലേക്ക് മടക്കി ഇട്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ബാക്ക് കട്ട് ചെയ്തെടുത്തു. എന്നിട്ട് ഇതുപോലെ ഫ്രണ്ട് 4.5 ഇഞ്ച് മാർക്ക് ചെയ്ത് ഫ്രണ്ടും കട്ട് ചെയ്തെടുത്തു. അത് യോക്ക് പീസിൻ്റെ ഫ്രണ്ടും നമ്മളിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്, ബാക്കും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിൽ ഒരു 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് പോവും. അടുത്തിവിടെ ചെയ്യാൻ പോകുന്നത് നമ്മുടെ പെറ്റിക്കോട്ടിൻ്റെ താഴേക്കുള്ള സ്കേർട്ടാണ് കട്ട് ചെയ്യുന്നത്. ആ സ്കേർട്ടിനായിട്ട് ബാക്കി നമുക്ക് ഫുൾ ലെങ്ത്ത് 27 ഇഞ്ചാണ്.
അപ്പോൾ നമ്മൾ അതിൽ 11 ഇഞ്ച് നമ്മൾ യോക്ക് പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ബാക്കി നമ്മൾ കണക്ക് നോക്കണം എത്രയാണ് സ്കേർട്ടിൽ ഇറക്കം വരേണ്ടത് എന്നുള്ളത്. അപ്പോൾ ഇവിടെ എനിക്ക് വേണ്ടത് 17 ഇഞ്ചാണ്. അപ്പോൾ അതിൽ നമ്മൾ 1 ഇഞ്ച് കൂട്ടിയിട്ട്, അതായത് താഴെ നമുക്കൊരു തയ്യൽ തുമ്പിന് 1 ഇഞ്ചാണ് കൂട്ടുന്നുള്ളൂ. അപ്പോൾ 1 ഇഞ്ച് കൂട്ടി ഒരു 18 ഇഞ്ചാണ് എടുത്തിട്ടുള്ളത്. ഇത് 18 ഇഞ്ച് ലെങ്ത്ത് മാർക്ക് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. അടുത്ത് നമ്മുടെ പെറ്റിക്കോട്ടിൻ്റെ വേസ്റ്റാണ് എടുക്കുന്നത്. വേസ്റ്റ് ഞാനിവിടെ ഒരു 28 ഇഞ്ചാണ് എടുക്കുന്നത്. നമുക്ക് പ്ലീറ്റ്സൊക്കെ കൂടുതൽ വേണം, കുറച്ച് തിക്കായിട്ടൊക്കെ ഇടണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ വേസ്റ്റ് കൂട്ടിയെടുക്കാം. അപ്പോൾ ഇതിൽ ഞാൻ എടുത്തിട്ടുള്ളത് ഒരു 28 ഇഞ്ചാണ്. ലെങ്ത്ത് എടുത്തത് 18 ഇഞ്ചും പെറ്റിക്കോട്ടിൻ്റെ വേസ്റ്റ് എടുത്തത് 28 ഇഞ്ചും എടുത്തിട്ട് നമുക്കിതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ട് നമ്മൾ സ്കേർട്ടിന് ഇതുപോലെ മടക്കുമ്പോൾ നമ്മുടെ തുണി രണ്ടാക്കി ഫോൾഡ് ചെയ്തിട്ടിട്ട് വേണം 18 ഇഞ്ചും 28 ഇഞ്ചും നമ്മൾ ലെങ്ത്തും വേസ്റ്റും എടുക്കണമെങ്കിൽ. അപ്പോൾ ആ ലെങ്ത്തും വേസ്റ്റും കട്ട് ചെയ്ത് എടുത്തു. ഇനി നമുക്ക് ഇതിന്ന് 2 പീസാക്കണം. അപ്പോൾ ഒന്നുകൂടെ കട്ട് ചെയ്തെടുത്ത്, അപ്പോൾ ഇത് ഇവിടെ 2 പീസായിട്ടാണ് വന്നിരിക്കുന്നത്. ഇനി നമ്മൾ ഇത് ജോയിൻറ്റ് ചെയ്തിട്ടാണ് താഴെ നമ്മൾ സ്കേർട്ടിൽ പ്ലീറ്റ്സൊക്കെ ഇട്ട് കൊടുക്കുന്നത്. അതിൽ 1 സൈഡ് നമുക്ക് പോക്കറ്റും വെക്കാം. അപ്പോൾ അങ്ങനെ സ്കേർട്ട് കട്ട് ചെയ്ത് കഴിഞ്ഞു. പിന്നെ അടുത്ത് ഇത് ബാക്കാണ് വരുന്നത്. ഇതിൽ നമ്മൾ ബട്ടണും ഹോളും ആണ് വരുന്നത്. അപ്പോൾ ആ ബട്ടണും ഹോളും വെക്കാനായിട്ട് 2 പീസ് കൂടെ കട്ട് ചെയ്തെടുക്കണം. പിന്നെ ഇവിടെ ഇതേ സ്ക്വയർ, ഈ സ്ക്വയറിൽ ഇതുപോലെ അടിച്ച് മറിക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. അതിനായിട്ട് ഒരു ഇഞ്ച് പീസ് കൂടെ കട്ട് ചെയ്തെടുക്കാനുണ്ട്. പിന്നെ ഈ ആം ഹോളിൻ്റെ അവിടെ ക്രോസ് പീസ് വെച്ചിട്ടാണ് ഉള്ളിലോട്ട് നമ്മൾ പിന്ന ഫോമിലൊക്കെ ചെയ്യുന്നത് പോലെ ക്രോസ് പീസ് വെച്ചിട്ടാണ് ഫോൾഡ് ചെയ്ത് അടിക്കുന്നത്. എന്നിട്ട് ആം ഹോളിൻ്റെ ഫ്രണ്ട് പീസിൽ ഇതുപോലെ കുറച്ചൊന്ന് കുഴിച്ച് വെട്ടിയെടുക്കണം. ഒരു 1/2 ഇഞ്ച് ഗ്യാപ്പിൽ ഒന്ന് കുഴിച്ച് വെട്ടിയെടുക്കുക. അപ്പോൾ ആം ഹോള് നമ്മൾ ഇങ്ങനെ ഫോൾഡ് ചെയ്ത് അടിക്കുകയല്ല ചെയ്യുക, വേറെ ക്രോസ് പീസ് വെച്ചിട്ടാണ് ചെയ്യേണ്ടത്. എങ്കിലേ നമ്മുടെ റൗണ്ടൊക്കെ കറക്റ്റായിട്ട് വൃത്തിക്ക് വരുള്ളൂ. ഇനി അടുത്ത് ചെയ്യുന്നത് ബട്ടണും ഹോളും വെക്കാനുള്ള പീസ് ഒരു 2 ഇഞ്ച് പീസും 2.5 ഇഞ്ച് പീസിൻ്റെയും ഇതേ അളവിലാണ് ഇതുപോലെ വേസ്റ്റ് എടുത്തിട്ടാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത്. ഇത് ഹോൾ പീസ്, അതായത് ബട്ടൻ്റെ ഹോൾ വയ്ക്കുന്നത്, ഇത് ബട്ടൺ വയ്ക്കുന്ന പീസ്. അങ്ങനെ ഒരു 2 പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അടുത്ത് ചെയ്യുന്നത് നമ്മുടെ ആം ഹോള് ഫോൾഡ് ചെയ്ത് അടിക്കാനായിട്ട് ഒരു ക്രോസ് പീസാണ് കട്ട് ചെയ്യാൻ പോകുന്നത്. നമ്മുടെ ബാക്കി തുണി ഇതിൽ കുറച്ച് 1.5 മീറ്ററും കുറച്ച് കൂടുതലും ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് കുറച്ച് ബാക്കി തുണിയൊക്കെ വന്നിട്ടുണ്ട്. എല്ലാവർക്കും ഇതുപോലെ കിട്ടണമെന്നില്ല. അടുത്ത് ക്രോസ് പീസ് ഇതുപോലെ 1 ഇഞ്ച് ഗ്യാപ്പിൽ ഇതുപോലെ ഒന്ന് വരച്ചെടുക്കുക. എന്നിട്ട് ക്രോസ് പീസ് കട്ട് ചെയ്യുക. ഈ ക്രോസ് പീസ് വെച്ചിട്ട് നമ്മുടെ ആം ഹോളൊക്കെ കറക്റ്റായിട്ട് പീസ് വെച്ച് നമ്മൾ സ്റ്റിച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആം ഹോളൊക്കെ നല്ല വൃത്തിയായിട്ട് റൗണ്ടൊക്കെ കറക്റ്റായിട്ട് വരും. അങ്ങനെ ക്രോസ് പീസും കട്ട് ചെയ്ത് കഴിഞ്ഞു. ഇതിന് ജോയിൻറ്റ് ചെയ്യുക. ഇത് മതിയാവും നമ്മുടെ ബാക്കിലും ഫ്രണ്ടിലും വെക്കാനായിട്ട്. അടുത്ത് ചെയ്യുന്നത് നെക്കിൻ്റെ സ്ക്വയർ അടിച്ച് തിരിക്കാനായിട്ട് ഇതുപോലെ 1 ഇഞ്ച് വീതിയിൽ ഇതുപോലെ കുറച്ച് നീളത്തിലൊരു പീസാണ് എടുക്കുന്നത്. നമ്മുടെ പെറ്റിക്കോട്ടിൻ്റെ ബാക്കും ഫ്രണ്ടും സ്ക്വയർ അടിച്ച് തിരിക്കാനായിട്ടാണ് ഇതുപോലെ കട്ട് ചെയ്തെടുക്കുന്നത്. ഇതിൻ്റെ 1 സൈഡ് ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുക. എന്നിട്ട് നമ്മൾ സ്ക്വയർ അടിച്ച് തിരിക്കുകയാണ് ചെയ്യുന്നത്. അത് ഞാൻ സ്റ്റിച്ചിങ്ങിൻ്റെ വീഡിയോയിൽ കാണിച്ചു തരാം. ഇതുപോലെ 1 സൈഡ് ഫോൾഡ് ചെയ്യുക, എന്നിട്ട് സ്റ്റിച്ച് ചെയ്യുക. എന്നിട്ട് നമ്മുടെ ഈ സ്ക്വയറിൽ ഇതുപോലെ വെച്ചിട്ട് ഇങ്ങനെയാണ് വെച്ച് അടിച്ച് തിരിക്കുന്നത്. അത് സ്റ്റിച്ചിങ് വീഡിയോയിൽ കാണിച്ചു തരാം. പിന്നെ ബാക്കും ഇതുപോലെയാണ് പീസ് വെച്ച് അടിച്ച് തിരിക്കുകയാണ് ചെയ്യുന്നത്. അത് നമ്മൾ ബട്ടണും ബട്ടണും ഹോൾ പീസും വെച്ചതിന് ശേഷമാണ് ഇതുപോലെ നെക്ക് അടിച്ച് തിരിക്കേണ്ടത്. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മുടെ ബാക്കിൻ്റെ യോക്ക് പീസ് റെഡി ആയിട്ടുണ്ട്.
സ്കേർട്ട് റെഡി ആയിട്ടുണ്ട്, ക്രോസ് പീസ് റെഡി ആയിട്ടുണ്ട്, നമ്മുടെ പെറ്റിക്കോട്ടിൻ്റെ കട്ടിങ്ങൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ, വളരെ ഈസിയാണ്, എല്ലാവർക്കും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നമ്മുടെ കുട്ടികൾക്കാണെങ്കിലും നമുക്ക് കോട്ടൺ പീസൊക്കെ അങ്ങനെ വേസ്റ്റ് പീസുകളൊക്കെ വീട്ടിൽ നമ്മുടെ കട്ടിങ് പീസൊക്കെ ഉണ്ടെങ്കിൽ എല്ലാവരും ഇതുപോലെ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എനിക്ക് കുറച്ച് തിരക്കുള്ളത് കൊണ്ട് ഇതിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ ഇടാൻ ഇപ്പോൾ സമയമില്ല. അടുത്ത് ഞാൻ ഇതിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും സബ് ചെയ്യുക. ഓക്കെ, ബൈ.